അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറെ കരുണീയമായ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കാരണം കൂടിയാണ്. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചത് ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഹിഫ്ളാക്കുകയും അതിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്ത ഈ മഹത്തായ പഠനത്തിലാണ് നാം ഉള്ളത് എന്നത് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ച് അത് മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പഠിക്കുന്നത് അൽ ഖല്ലാഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്നതാണ്. എന്നാൽ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരർത്ഥമെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് അള്ളാഹു ഈ ഖല്ലാഖ് എന്ന നാമം പഠിപ്പിക്കുന്നത്. സൂറത്തു ഹിജ്റിൻ്റെ 86-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തു യാസീനിലെ ആയത്തിലുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖല്ലാഖ് എന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹു അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം ഈ 2 സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞത് വഹുവൽ ഖല്ലാഖുൽ അലീം. സൂറത്തു യാസീനിൽ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു അൽ ഖല്ലാഖാണ്, അൽ അലീമാണ് എന്ന് കൃത്യമായി ആ 2 നാമങ്ങൾ ചേർത്താണ് അള്ളാഹു പഠിപ്പിച്ചത്. അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം അൽ അലീം എന്ന നാമം കൂടി ചേർത്ത് പറയുന്നുണ്ട്. കാരണം ഈ ആയത്തുകൾ പ്രതിപാദിക്കുന്ന സാഹചര്യവും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരേ വിഷയമാണ് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ. അതായത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു, ഇതിനുശേഷം നമ്മെ മരിപ്പിക്കും, അതിനുശേഷം വീണ്ടും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതവും പരലോകവും പരലോകത്തെ സംഭവ വികാസങ്ങളും അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില തെളിവുകളും സംഭവ്യമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരാകട്ടെ പലരും ആ വിഷയത്തിൽ നിഷേധികളായിക്കൊണ്ട് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖല്ലാഖുൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൽ ഹിജ്റിലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കാം. വമാ ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് ഇന്നസ് സാഅത ലആതിയത്തുൻ ഫസ്ഫഹിൽ സഫ്ഹൽ ജമീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണേ വമാ ഖലഖ്നസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സത്യമായി കൊണ്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നും വ ഇന്നസ് സാഅത ലആതിയത്തുൻ, അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവ്യം, അതായത് അന്ത്യനാൾ സംഭവിക്കുക എന്നത് അത് തീർച്ചയായും സത്യമാണ്. ഈ ആകാശഭൂമികൾ എത്ര കണ്ട് നമ്മൾ സത്യമായി കണ്ട് മനസ്സിലാക്കുന്നുവോ അതുപോലെ സത്യമാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ അന്ത്യനാൾ സംഭവിപ്പിക്കുക എന്നത് സാധ്യമായ വിഷയമാണ് എന്നതും, അതുകൊണ്ട് തന്നെ അത്തരം ജൽപ്പനങ്ങൾക്ക് പിന്നാലെ പോകുന്ന, അതായത് ഇനിയൊരു അന്ത്യനാൾ ഇല്ല എന്നും അല്ലെങ്കിൽ മരിച്ചാൽ മണ്ണോട് ചേർന്ന് പോകുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ കുത്തുവാക്കുകൾ ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ നബിയെ താങ്കൾ ക്ഷമിക്കുക, ക്ഷമിച്ച് ക്ഷമ അവലംബിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയാണ് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. നബിയെ താങ്കളുടെ റബ്ബ് എന്നത് അൽ ഖല്ലാഖാണ്, അൽ അലീമാണ്.
ആളുകളെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ ഖല്ലാക്കാണ്. അവൻ നാളെ പാരത്രിക ലോകത്തും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരിക്കൽ സൃഷ്ടിച്ച അള്ളാഹുവിന്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് വീണ്ടും ഒരു പുനരുദ്ധാരണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെ സൃഷ്ടിക്കാൻ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്ത് തടസ്സമാണ് എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിപുണനായ സൃഷ്ടിപ്പും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ് എണ്ണത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ മികവ് പുലർത്തിയവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അള്ളാഹു ആ നാമത്തിനോട് ചേർത്ത് പറഞ്ഞതാണ് അൽ അലീം എന്നുള്ളത്. അള്ളാഹു സൃഷ്ടിക്കുന്നു, അതിൻ്റെ എണ്ണം, വലിപ്പം, അതിൻ്റെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവൻ അൽ അലീമായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവിടെ അൽ ഖല്ലാഖുൽ അലീം എന്ന് അള്ളാഹു സൂചിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് രണ്ടാമതൊരു പുനർസൃഷ്ടി നടത്താൻ അള്ളാഹുവിനെ കൊണ്ട് പ്രയാസമൊന്നുമില്ല എന്നതാണ് അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അതുതന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. സൂറത്ത് യാസീൻ അള്ളാഹു വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അള്ളാഹു ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ. അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹു അതിൻ്റെ കണക്കാക്കിയ രൂപത്തിൽ, അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുറ്റ രൂപത്തിൽ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലേ. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം അയ്യ ഖുലൂഖ മിസ്ലഹും, അതിന് വീണ്ടും അതുപോലെയുള്ളതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണല്ലോ അള്ളാഹു. പിന്നെ എന്താണ് ഇനി ഈ സൃഷ്ടിച്ച സൃഷ്ടികൾ വീണ്ടും പുനർസൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല. ബല വഹുവൽ ഖല്ലാഖുൽ അലീം. അറിയണം, എന്താ? അള്ളാഹു ഖല്ലാഖാണ്. ഖല്ലാഖ് എന്ന് പറയുമ്പോൾ ഖാലിക്കിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരു രൂപത്തിലാണ് അതിനെ സിയഅത്തു തഅജ്ജുബ് എന്നാണ് അറബിയിൽ പറയുക. സൂപ്പർലേറ്റീവ് വസിൻ ആയിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഖല്ലാഖാണ് അള്ളാഹു, ഖല്ലാഖാണ്. ആ ഖല്ലാഖ് അള്ളാഹു, ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ് ഇനിയൊരു അന്ത്യനാളിന് ശേഷം ഒരു വിചാരണയും അതിനുവേണ്ടി എല്ലാ സൃഷ്ടികളെയും വീണ്ടും ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആകാശഭൂമികളെ എടുത്തു പറയാനുള്ള കാരണമെന്തെന്നറിയോ? ആകാശഭൂമികൾ മനുഷ്യനേക്കാൾ എത്ര വലിയ സൃഷ്ടിയാണ്, എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടിയാണ്, എത്ര സംഭവ വികാസങ്ങളാണ് ആകാശഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വമ്പിച്ചതായ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ നിസാരന്മാരായ മനുഷ്യരെ, ജിന്നുകളെ അല്ലെങ്കിൽ മറ്റു ഇതര ജീവികളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് എന്ത് തടസ്സമാണുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു ആയത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങളാണോ, ആകാശമാണോ ഏറ്റവും വലിയ സൃഷ്ടിപ്പ് സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. മനുഷ്യനാണോ ആകാശമാണോ വലിയ സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശത്തെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് മറ്റൊരായത്തിൽ അള്ളാഹു ഖാദിറാണ്, അതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഖല്ലാഖാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര വലിപ്പമാണെങ്കിലും, എത്ര ഭാരമുള്ളതാണെങ്കിലും, എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും ശരി, അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ വണ്ണമോ അതിൻ്റെ നീളമോ അതിൻ്റെ വർണ്ണമോ ഒന്നും അള്ളാഹുവിന് പ്രശ്നമില്ല. അള്ളാഹു ഖല്ലാഖാണ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസവുമില്ല. അവന് എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജാഹിലിയത്തിലായിരുന്നു. അയാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, കൊടിയ ദുഷ്ടനായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അയാൾ കുറച്ച് എല്ലെടുത്ത് അതിനെ പൊടിച്ച് അതിങ്ങനെ ഊതി പറത്തിയതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൻ യുഹീൽ ഇളാമ വഹിയ റമീം, ഇങ്ങനെ പാറിപ്പറന്ന എറിയപ്പെട്ട ഈയൊരു
ഈ ഒരു എല്ലിനെ ആരാണ് ഇനി തിരിച്ച് ജീവിപ്പിക്കുക, ജീവനിടുക എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെ പൊടിച്ചു പാറിയ ഈ ഒരു എല്ലിനെ അള്ളാഹു ജീവിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ, അള്ളാഹു ജീവിപ്പിക്കും. യബഅസുല്ലാഹ് ഹാദാ, അള്ളാഹു ഇതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ യുമീതുക്, നിന്നെ മരിപ്പിക്കുകയും, സുമ്മ യുഹീക്, നിന്നെ ജീവിപ്പിക്കുകയും, സുമ്മ യുദ്ഖിലകന്നാർ, നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ്. കാരണം ഈ മനുഷ്യൻ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്ന് ഇനി മരണാനന്തരം ജീവിതമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച മനുഷ്യനാണ്, അതിനെ കളിയാക്കിയ മനുഷ്യനാണ്. ഈ പാറിപ്പറന്ന എല്ലിൻ പൊടിയെ ഇനി ആര് തിരിച്ചു കൊണ്ടുവരും, ജീവിപ്പിക്കും എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ട് പ്രവാചകനോട് മറുപടി പറഞ്ഞപ്പോൾ തിരിച്ച് ഉബയ്യനോട് പറയുകയാണ്, നിന്നെ അള്ളാഹു മരിപ്പിക്കും, എന്നിട്ട് വീണ്ടും ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ആ മനുഷ്യനോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്. അവൻ ജാഹിലിയത്തിലായിക്കൊണ്ട് തന്നെ മരിക്കുകയുമാണ് ചെയ്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ഉഹദ് യുദ്ധ രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ആ മനുഷ്യൻ, പ്രവാചകൻ്റെ ഒരു ചെറിയൊരു പ്രഹരമേറ്റതോടുകൂടി ആ മനുഷ്യൻ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ്റെ പേരിലാണ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാഹും ഖസീമും മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനെ ഒന്നാമത് സൃഷ്ടിച്ചതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു യാസീനിലെ 77, 78, 79 ആയത്തുകളിലൂടെ അല്ലാഹു ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. സമാനമായ സംഭവം, അതായത് ഈ മനുഷ്യനുണ്ടല്ലോ, ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത അതേ പ്രവൃത്തി, സമാനമായ സംഭവം ചെയ്ത മറ്റൊരു വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനും ഇതുപോലെ എല്ല് പൊടിച്ച് ആകാശത്തിലേക്ക് പാറ്റിയപ്പോൾ, എടുത്തെറിഞ്ഞ് കാറ്റിൽ പറത്തിയപ്പോൾ ഇതേ ചോദ്യമാണ് ചോദിച്ചത്, ഇതിനെ ആരിനി ഒരുമിപ്പിക്കും, ഇതിനെ ആരിനി ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരലോക നിഷേധം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവം, ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ മരണം കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുദൈവ വിശ്വാസികൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുമ്പോൾ അത് സംഭവ്യമാണ് എന്ന് അറിയിക്കുന്ന 2 ആയത്തുകളാണ് നേരത്തെ സൂറത്തുൽ ഹിജ്റിൻ്റെ 86-ാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്ത് യാസീനിലെ ആയത്തും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന എണ്ണം, അതിൻ്റെ വണ്ണം, അതിൻ്റെ രൂപം, അതിൻ്റെ വർണ്ണം, ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിക്കും. അത് വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുറ്റവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ കുൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫയക്കൂനാണ്, അതുണ്ടാകും എന്നാണ്. ഒരു കവി പറഞ്ഞത്, കാഫിൻ്റെയും നൂനിൻ്റെയും ഇടയിലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നത്. അതായത് കുൻ എന്ന് പറയുന്നതോടുകൂടി യക്കുൻ, അതാകുകയാണ് ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ അള്ളാഹു ആദ്യമായി സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ യുക്തിയും അവൻ്റെ ജ്ഞാനവും
അവൻ്റെ ഹിക്മത്തും ഇതെല്ലാം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഒരു ഹദീസിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയാണ്, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർഷ്. ആകാശഭൂമികളെ അതിലുള്ള സർവ്വചരാചരങ്ങളെയും 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയും അതിൻ്റെ രൂപവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൻ്റെ ശൈലിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ദിവസവും എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നും പ്രവാചകൻ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, വഖലഖ തുർബത യൗമ സബ്ത്, മണ്ണിനെ സൃഷ്ടിച്ചത് ശനിയാഴ്ചയാകുന്നു. വൽ ജിബാല യൗമൽ അഹദ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് അത് ഞായറാഴ്ചയാകുന്നു. വശജറ യൗമ ഇത്നൈൻ, ഈ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാകുന്നു. വശർറ യൗമ സുലസാ, ഷർറായ കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെയെല്ലാം സൃഷ്ടിച്ചത് ചൊവ്വാഴ്ചയാകുന്നു. വന്നൂറ യൗമൽ അർബിഅ, പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ചയാകുന്നു. വദ്ദവാബ് യൗമൽ ഖമീസ്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അത് വ്യാഴാഴ്ചയാകുന്നു. വ ആദമ യൗമൽ ജുമഅ ഫി ആഖിരി സാഅത്തി മിൻ നഹാർ ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച അസ്റിന് ശേഷമാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്നതിനെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സൃഷ്ടിക്കും. അവനാണ് ഖല്ലാഖ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയും, ഏതെങ്കിലും ഒരു വസ്തു അത് നശിച്ചതിന് ശേഷം അതിനെ തിരിച്ചു വീണ്ടും പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് കുന്നെന്ന് പറഞ്ഞാൽ തന്നെ മതി. പക്ഷേ എന്നിട്ടും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 6 ദിവസത്തിൽ 6 ദിവസവും ഓരോന്നും പല രൂപത്തിൽ, പലതിനെയും വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി അള്ളാഹു അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു ചിലതിനെ തിരഞ്ഞെടുക്കും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അള്ളാഹു സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കും. അള്ളാഹു ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തു, ചില സമയങ്ങളെ തിരഞ്ഞെടുത്തു, ചില മാസങ്ങളെ തിരഞ്ഞെടുത്തു, ചില ആളുകളെ തിരഞ്ഞെടുത്തു. ഇനി സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കഅബ സ്ഥിതി ചെയ്യുന്ന ഹറം പ്രദേശം അള്ളാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിക്കപ്പെട്ട, അള്ളാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിച്ച സ്ഥലങ്ങളാണ്. മദീന പള്ളി, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഇതിനൊക്കെ മറ്റു പള്ളികളെക്കാൾ പുണ്യമുള്ള പള്ളികളാണ്. അതുപോലെ തന്നെ മാസങ്ങളിൽ 4 മാസത്തെ അള്ളാഹു പവിത്രമാക്കി. റമളാനിൽ പ്രത്യേകമായ ചില പുണ്യങ്ങൾ രേഖപ്പെടുത്തി. അതിൽ തന്നെയും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ചില തിരഞ്ഞെടുപ്പുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നടത്തിയിട്ടുണ്ട്. മലക്കുകളിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം, സൃഷ്ടികളിൽ വെച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. ഇനി അമ്പിയാക്കന്മാരിൽ അള്ളാഹു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ സ്ഥല, സമയ, മാസങ്ങൾ, അതുപോലെ തന്നെ ചില ദിവസങ്ങൾ, ചില രാത്രികൾ, ചില പകലുകൾ, ചില സൃഷ്ടിപ്പിനെ, ചിലതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതവൻ്റെ ഹിക്മത്താണ്. മാത്രമല്ല, സംഭവ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും സംഭവിപ്പിക്കാൻ കഴിവുറ്റവനാണ് അള്ളാഹു. ഖാലിഖാണ്, ഖല്ലാഖാണ് അള്ളാഹു. അതിൽ ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാമിൻ്റെ വാരിയെല്ലിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാം കിടന്നുറങ്ങുമ്പോൾ അതിനുശേഷം ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഹവ്വാ ബീബി തൻ്റെ ചാരത്തുണ്ട്. അപ്പോൾ ഹവ്വയെ സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. തീർന്നില്ല, മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെയാണ്. മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെ അവർക്ക് കുട്ടിയുണ്ടാവുകയാണ്, ഈസ അലൈഹിസ്സലാം എന്ന കുട്ടി. അതുപോലെ തന്നെ യഹ്യ എന്ന് പറയുന്ന അലൈഹിസ്സലാം മകന്
സക്കരിയ അലൈഹിസ്സലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. നിനക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത മലക്കുകൾ വന്ന് അറിയിക്കുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുകയാണ്, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ. അല്ലാഹുവേ, എങ്ങനെയാണ് എനിക്കിനി കുട്ടിയുണ്ടാവുക? ഞാനാണെങ്കിൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിലാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യത പിടിപെട്ടുകയും ചെയ്തു. ഇനി എങ്ങനെ ഞങ്ങൾക്ക് കുട്ടിയുണ്ടാകും? അതായത് കുട്ടിയുണ്ടാകാൻ യാതൊരു നിലക്കുമുള്ള സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുണ്ടാകുമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയാണ്, ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. അള്ളാഹു അപ്രകാരമാണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ മറുപടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവ്യമല്ല എന്ന് നമ്മൾ കരുതുന്നതും അള്ളാഹുവിന് എളുപ്പമായ കാര്യമാണ്, നിസാരമായ കാര്യമാണ്. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് നാം മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനം നൽകാൻ, ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ അള്ളാഹുവിന് സാധ്യമാണ്, അത് എളുപ്പമായ കാര്യമാണ് എന്നാണ് അള്ളാഹു ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പ് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ യുക്തിക്കും ജ്ഞാനത്തിനും അനുസരിച്ചുകൊണ്ട് അവൻ എത്രയാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ എണ്ണവും വലിപ്പവും വണ്ണവും അതിൻ്റെ എല്ലാം നിർണയിച്ചുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കും. അത് അള്ളാഹുവിൻ്റെ കഴിവുറ്റതാണ്, അള്ളാഹുവിന് കഴിവുറ്റ കാര്യമാണ്. ഈ ഒരാൾ നശിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ അൽ ഖല്ലാഖാണ്. അത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ രണ്ടായത്തും വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂചനയായി കൊണ്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ വിചാരണ നടത്തുമെന്നും ആ വിചാരണയ്ക്കപ്പുറം ശേഷം സ്വർഗവും നരകവും വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നും അതിനുവേണ്ട അധ്വാനങ്ങളാണ് ഈ ദുനിയാവിൽ നമ്മൾ എടുക്കേണ്ടതുമെന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.